മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ്. ചില കർവുകളുടെ താഴെ ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ഏരിയ മാത്രമാണ് നമുക്കവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ സെക്ഷനിൽ ഒരു കാര്യം കൂടിയും എക്സ്ട്രാ കയറി വരുന്നുണ്ട്. ഏരിയ ബൗണ്ടഡ് ബൈ എ ലൈൻ എന്ന് പറയുന്ന ആശയം കൂടി അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടി നമുക്ക് ഇതിനോട് കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്കൊക്കെ പോകുന്നതിന് മുൻപേ ഒരു കർവിൻ്റെ താഴെ ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലാസുകളെ കുറിച്ചൊന്ന് ഒരു ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫോർമുലാസുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നുള്ളൂ. ബോർഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊന്നും നമുക്കവിടെ പരിശോധിക്കാം. ഇത് പരിശോധിച്ച് കഴിയുമ്പോഴേക്കും ഏരിയ കണ്ടെത്താനുള്ള ഫോർമുലയും എങ്ങനെയാണ് ഏരിയ വരുന്നത് എന്നതിനെ പറ്റിയും കൃത്യമായ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഏരിയ അണ്ടർ സിമ്പിൾ കർവ്സ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കുമ്പോൾ y = f(x) എന്ന് പറയുന്ന ഒരു കർവ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ കർവിൻ്റെ താഴെ ഭാഗത്ത് വരുന്നതിനെ x = a എന്ന് പറയുന്ന ലൈൻ കൊണ്ടും x = b എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും ബൗണ്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ x ആക്സിസ് എന്ന് പറയുന്ന ആശയം അവിടെ ബൗണ്ടിങ് കേസിൽ കയറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ x = a യും x = b യും അതുപോലെ x ആക്സിസും കൊണ്ട് ബൗണ്ട് ചെയ്യുന്ന y = f(x) എന്ന് പറയുന്ന കർവിൻ്റെ താഴെ ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്ന ആശയമാണ് ഇന്റഗ്രൽ a to b y dx എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നുണ്ട്, ആ കാര്യം ഒന്ന് പരിശോധിക്കാം. ദ ഏരിയ a ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = f(x), x ആക്സിസ് ആൻഡ് ദ ലൈൻസ് x = a ആൻഡ് x = b. y = f(x) എന്ന് പറയുന്ന കർവിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന റീജിയനെ ബൗണ്ട് ചെയ്യുന്നത് x ആക്സിസ് ബൗണ്ട് ചെയ്യുന്നുണ്ട്, അതുമാതിരി x = a എന്ന് പറയുന്ന ലൈൻ ബൗണ്ട് ചെയ്യുന്നുണ്ട്, x = b എന്ന് പറയുന്ന ലൈൻ ബൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b y dx എന്ന് പറഞ്ഞ ആശയം ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിലും ചിന്തിക്കാം, ഇന്റഗ്രൽ a to b f(x) dx എന്ന് പറഞ്ഞ് ചിന്തിക്കാം. കാരണം y യും f(x) ഉം ഈക്വൽ ആണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഫോർമുലയാണ് എടുക്കുക. ഏരിയ a = ഇന്റഗ്രൽ a to b y dx എന്ന് പറഞ്ഞ ആശയമാണ് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് നോക്കുമ്പോൾ കർവ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ വന്നോളുന്നില്ല. ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് വരാം, അത് ഈ ഒരു രൂപത്തിൽ വരാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് വെർട്ടിക്കലായിട്ടാണ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്, ഇന്റഗ്രൽ a to b y dx എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് നമ്മൾ എക്സിൻ്റെ വേരിയേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരിക. എന്നാൽ ഇങ്ങനെയാണ് കർവ് വരുന്നതെങ്കിൽ നമുക്കൊരിക്കലും ഇവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാൻ പറ്റില്ല. ഈ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രിപ്പിൻ്റെ ഒരറ്റം കർവിൻ്റെ മുകളിലായിരിക്കണം, മറ്റേ അറ്റം ആക്സിസിൻ്റെ മുകളിലായിരിക്കണം. ഇവിടെ നോക്കൂ നിങ്ങൾ, y = f(x)ന്റെ മുകളിലാണ് ഒരറ്റം, x ആക്സിൻ്റെ മുകളിലാണ് മറ്റൊരറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്കൊരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല, കാരണം വെർട്ടിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കിട്ടുകയില്ല. അപ്പോൾ നമുക്കവിടെ സൗകര്യം എന്താണ്, ഹൊറിസോണ്ടലായ സ്ട്രിപ്പ് എടുക്കുക എന്ന് പറയുന്നതാണ്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫോർമുല ഏരിയ a = ഇന്റഗ്രൽ c to d x dy ആണ് ഫോർമുല വരുന്നത്. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കർവിൻ്റെ താഴെ ഭാഗത്ത് വരുന്നതിനെ y = c എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും y = d എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും ബൗണ്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ y ആക്സിസും അതിനെ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ആ വരുന്ന ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ c to d x dy ക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഇന്റഗ്രൽ c to d g of y dy എന്ന് പറഞ്ഞ ആശയമായിരിക്കും. ഇവിടെ ഈ കർവ് എന്ന് പറയുന്നതിനെ നെയിം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, x = g of y എന്നാണ്. അതായത് x എന്ന് പറഞ്ഞ കാര്യം എഴുതിയാൽ അത് y-യിലുള്ള ഒരു ടേമാണ് നമുക്ക് കിട്ടുക. അത് അങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മൾ ഇത്തരം കർവുകളെ എന്ത് ചെയ്യുക, റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം കർവുകൾ വരുമ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ c to d x dy ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വിത്ത് റെസ്പെക്ട് y ആണ് വരുന്നത്. അപ്പോൾ ഈ സിയും ഡിയും എന്തിൻ്റെ വേരിയേഷൻ ആയിരിക്കും, വൈൻ്റെ വേരിയേഷൻ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ വിത്ത് റെസ്പെക്ട് x ആണ്, അതുകൊണ്ടാണ് dx വന്നത്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, എക്സിൻ്റെ വേരിയേഷനെയാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ രണ്ട് രീതിയിലും അല്ലാതെയും കർവുകൾ വരാം. കർവ് മുകളിലും താഴെയുമായിട്ട് നിലനിൽക്കാം.
അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ആശയം വരികയാണ്. എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ ഇവിടെ ബൗണ്ട് ചെയ്തിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ ഇവിടെ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ, അതായത് ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞാൽ താഴെ ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഫോർമുലയാണ്. കാരണം ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാനാണ് സൗകര്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം പറയാം. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഏത് റിയൽ നമ്പർ കിട്ടാനും സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ആശയം കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പാർട്ടിനെ A1 എന്ന് പറഞ്ഞ ഏരിയ ആയിട്ടും ഈ ഒരു പാർട്ടിനെ A2 എന്ന് പറഞ്ഞ ഏരിയ ആയിട്ടും എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴ്ഭാഗത്തുള്ളത് ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? അതിന് മോഡുലസ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഏരിയ എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ എന്ത് എഴുതിയിരിക്കുന്നത്? മോഡുലസ് A1 പ്ലസ് A2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് കേസുകൾ വരികയാണെങ്കിൽ അവിടെ നമ്മൾ എന്തെടുക്കണം? മോഡുലസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഏരിയ അണ്ടർ സിമ്പിൾ കർവ് എന്ന് പറയുന്നതിൽ ഫോർമുല ബേസ്ഡ് ആയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ട് വരുന്നത്. ഫോർമുല ഒന്നുകൂടി ഓർമ്മയിൽ കൊണ്ടുവരിക. നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ജിയോമെട്രിക്കൽ ഐഡിയയിലേക്ക് കണക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഫോർമുല ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആയിരിക്കും. എന്നാൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ ആണ് ഫോർമുല വരുന്നത്. പിന്നെ ഏരിയ എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യൻസുകളിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ചില കർവുകളുടെ അല്ലെങ്കിൽ ചില ഫങ്ഷൻസുകളുടെ എൻക്ലോസ്ഡ് ഏരിയ, മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്ന ആശയമാണ്. അവിടെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും നമുക്ക് വരാറുള്ളത്. ഒന്നുമില്ലെങ്കിൽ സർക്കിളിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ എലിപ്സ് എന്ന് പറയുന്നതിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്നതും. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു സർക്കിളിൻ്റെ ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഈ ഒരു സർക്കിളിൻ്റെ എൻക്ലോസ്ഡ് ഏരിയ, മൊത്തത്തിലുള്ള ഏരിയയാണ് നമുക്കിവിടെ കണ്ടെത്താനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ജിയോമെട്രിക്കൽ ഐഡിയ ഒന്ന് ചിന്തിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആണെന്ന് പറഞ്ഞ സർക്കിളിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും, റേഡിയസ് എന്ന് പറയുന്നത് ആറായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ഈ ഒരു ആശയം വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റഫായിട്ടുള്ള ആശയം മാത്രം മതി. ആക്സിസ് എന്ന് പറയുന്ന ആശയം നമ്മൾ വരയ്ക്കുന്നു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആയതുകൊണ്ട് റേഡിയസ് എ യൂണിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സർക്കിൾ എന്ന് പറയുന്നതിൻ്റെ സെൻറ്റർ 0 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ റഫായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് എ യൂണിറ്റ് ആണ് വരിക. കാരണം റേഡിയസ് അല്ലേ, എ യൂണിറ്റ് ആയതുകൊണ്ട് ഈ പോയിന്റിനെ ഞാൻ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് വരിക? A0 എന്ന് പറഞ്ഞ പോയിന്റാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ കോർഡിനേറ്റ്സ് വരുന്നത് 0A, കാരണം അത് വൈ ആക്സിസിന്റെ മുകളിലാണ് നിലനിൽക്കുന്നത്. നമ്മുടെ ഈ ഒരു കർവ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്ന ആശയമാണ് നിലനിൽക്കുന്നത്. നമുക്ക് ഈ ഒരു സർക്കിളിന്റെ മൊത്തം ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഏരിയ എ ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ഇത് വൈ ഡി എക്സ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തെടുത്താൽ മതി? ഇവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്താൽ മതി. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന ആശയമാണ് എടുക്കുന്നത്. പൊതുവെ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുത്ത് പോവുകയാണ് നല്ലത്. അത് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം നിങ്ങൾ എന്താ ആലോചിക്കുക? ഹൊറിസോണ്ടൽ സ്ട്രിപ്പിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്ന സമയത്ത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ് ഫോർമുല വരിക. പിന്നെ 4 എന്ന് പറയുന്ന കാര്യം ഇവിടെ വരാനുണ്ടായ സാഹചര്യം, ഇങ്ങനെ ഒരേപോലെയുള്ള 4 പീസുകൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വേരിയേഷൻ ആണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കേണ്ടായി. ഇവിടെ എങ്ങനെ എക്സിൻ്റെ വേരിയേഷൻ എന്താ വരിക? ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്, ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നതായിരിക്കും 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ് ആണ് എഴുതേണ്ടത്. കർവിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ വൈ കണ്ടുപിടിക്കുക. അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ശരിക്കും റൂട്ട് വാല്യൂ പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്.
നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിലെ പോസിറ്റീവായ കേസ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് കേസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സം ഓർ ടൈപ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഫോർമുല നേരിട്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതുപോലെ എഴുതി. ഇതിൻ്റെ ഫോർമുല വരുന്നത് x/2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ്. കാരണം ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആൻസർ ഇപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓവർ ദ ലിമിറ്റ് എന്ത് വരും? 0 to a എന്ന് പറയുന്ന കാശം കയറി വരുന്നു. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 4 ഇൻറ്റു എ എന്ന് പറയുന്ന കാര്യം അപ്പർ ലിമിറ്റാണ് ആദ്യം അപ്ലൈ ചെയ്യുക. എ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. അപ്പോൾ ഈ ടേം മുഴുവനായിട്ട് 0 ആയിട്ട് പോകും. അത് പ്രത്യേകം നമ്മൾ എഴുതണമെന്നില്ല. അടുത്ത കാര്യത്തിലേക്ക് കൊടുക്കുമ്പോൾ എ സ്ക്വയർ ബൈ 2 വരും. സൈൻ ഇൻവേഴ്സ് മുകളിലും എ വരും, താഴെയും എ വരും. അപ്പോൾ എ ബൈ എ എന്ന് പറഞ്ഞാൽ 1 വരിക. സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ലോവർ ലിമിറ്റിന് 0 അപ്ലൈ ചെയ്യുമ്പോൾ, എക്സിന് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ് വരിക. പിന്നെ വരുന്നത് എ സ്ക്വയർ ബൈ 2 വരും. സൈൻ ഇൻവേഴ്സ് 0 അപ്ലൈ ചെയ്യുമ്പോൾ 0 ബൈ എ എന്ത് തന്നെയാണ് വരിക? 0 എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് വരിക. ഇതിൽ സൈൻ ഇൻവേഴ്സ് 0 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് എന്തായി? 0 ആയിട്ട് പോയി. ഇനി ഫസ്റ്റ് വരുന്ന കാര്യത്തിൽ 4 ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിന് 1 കിട്ടുന്നത് എപ്പോഴാണ്? π/2ലാണ് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത്. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 വരും. മുകളിലത്തെ 4 കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരുന്നു? πa² എന്ന് പറഞ്ഞ ആശയം വരുന്നു. അപ്പോൾ ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πa² ആണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ് x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1. എലിപ്സിൻ്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എലിപ്സിൻ്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് എക്സ് ആക്സിസ് ആണ്. നമ്മൾ 2 ഫോമുകൾ എലിപ്സിൽ പഠിച്ചിട്ടുണ്ട്. മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസ് ആണ് വരുന്നതെങ്കിൽ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1, അല്ലെങ്കിൽ x സ്ക്വയർ ബൈ b സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ a സ്ക്വയർ ഈക്വൽ ടു 1. ഇവിടെ എലോങ് എക്സ് ആക്സിസ് ആണ് മേജർ ആക്സിസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഫിഗറിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഫിഗർ വരുന്നത് എങ്ങനെയാണ്? ആക്സിസുകൾ നമ്മളൊന്ന് വരയ്ക്കുകയാണ്. അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്ന ആശയം ആയതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിലാണ് എന്ത് വരുന്നത്? എലിപ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ആണ് എന്ത് വരിക? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ആശയം വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ സെൻട്രലിൽ നിന്ന് ഇവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് മേജർ ആക്സിൻ്റെ ലെങ്ത് ആണ്. മേജർ ആക്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ആണ്. അതിൻ്റെ പകുതിയാണ് ശരിക്കും എന്ത് വരിക? സെൻട്രലിൽ നിന്ന് അവിടേക്കുള്ള ലെങ്ത് വരുന്നത്. അതായത് അവിടെ എത്രയാണ് ഡിസ്റ്റൻസ് വരിക? a യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ് വരിക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു പോയിന്റിനെ a0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഈ പോയിന്റ് ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ന് പറയുന്നത് മൈനർ ആക്സിസിൻ്റെ മൊത്തം ലെങ്ത് 2b ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഏത് പോയിന്റാണ് വരിക? 0b എന്ന് പറയുന്ന കാര്യമാണ് അവിടെ പോയിന്റ് ആയിട്ട് വരിക. ഇങ്ങോട്ടുള്ള അകലം a0യും മുകളിലേക്കുള്ള എന്താണ്? 0bയുമാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഭാഗത്ത് കിടക്കുന്ന ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ a to b y dx. കാരണം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോർമുല ഇവിടെ ചൂസ് ചെയ്തു. വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇൻ്റഗ്രൽ a to b എന്ന് പറയുന്ന ലിമിറ്റ് dx എന്ന് പറയുന്നതിന് ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടേക്ക് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ a എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം എന്തായിരിക്കും? 0 to a. y dx ആണ് ഇനി എഴുതാനുള്ളത്. y എന്ന് പറയുന്നത് ഈ കർവിൽ നിന്ന് കണ്ടുപിടിക്കണം. ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പറയാം, y സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണെന്ന് പറയാം. ബൈ 1 കൊടുക്കുക, ക്രോസായി മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇവിടെ നിന്നും y സ്ക്വയർ എന്ന് പറയുന്ന കാര്യം എഴുതുന്ന സമയത്ത് ബി സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ബി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. y എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതുന്ന സമയത്ത് റൂട്ട് വാല്യൂ ആണ് വരിക. അതായത് ബി ബൈ എ, പ്ലസും വരും മൈനസും വരും. റൂട്ട് ഓഫ്
എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് കേസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ y എന്നതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ബി ബൈ എ ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 4 എഴുതി, ബി ബൈ എ കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റഗ്രലിൻ്റെ പുറത്തേക്ക് എഴുതി. ബാക്കി വരുന്ന ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുലയാണ്. ഏതാ ഫോർമുല വരിക? ഇൻറ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. നമുക്കറിയാവുന്ന ഫോർമുലയാണ്. അപ്പോൾ നേരെ ഫോർമുല എഴുതുകയാണ്. എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഓവർ ദ ലിമിറ്റ് ഏതാ വരുന്നത്? 0 to a. ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാണ്. എ എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും. അതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയിട്ട് പോകും. ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 വരുന്നത് കൊണ്ട് ഈ ടേം കംപ്ലീറ്റ് 0 ആവും. എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 0 ബൈ എ ആണ് വരിക. അതായത് സൈൻ ഇൻവേഴ്സ് 0 ആണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. അപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 എന്ന് പറഞ്ഞ കാര്യമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 4b ബൈ എ ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു പൈ ബൈ 2. സൈൻ 1 കിട്ടുന്നത് പൈ ബൈ 2ലാണ്. 2 ഇൻറ്റു 2 4 ആണ്. മുകളിലത്തെ 4ഉമായിട്ട് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്ത് പോകുന്നു. എ എന്ന് പറയുന്നത് എ സ്ക്വയറുമായിട്ട് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ്? പൈ എ ബി. അപ്പോൾ എലിപ്സ് എന്ന് പറയുന്നതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ എ ബി എന്ന് പറയുന്ന കാര്യമാണ് കയറി വരുന്നത്. ഇതേപോലെ 2 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ എ സ്ക്വയർ എന്ന് പറയുന്നതിനും ബി സ്ക്വയർ എന്ന് പറയുന്നതിനും പകരം നമ്പറുകളാണ് കയറി വരിക. അങ്ങനെ നമ്പറുകൾ കയറി വരുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എയും ബിയും കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 25ഉം ഇവിടെ 16 ആണ് വരുന്നതെങ്കിൽ എ എന്ന് പറയുന്നത് 5 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ഏരിയ കിട്ടുന്നത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്തു പോയാലും നിങ്ങൾക്ക് കിട്ടേണ്ടത്. ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിസ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്ന ആശയത്തിന് പകരം അലോങ് വൈ ആക്സിസ് വരും. അപ്പോൾ ഈ ഫിഗർ എന്ന് പറയുന്ന കാര്യം എന്തായി? നേരെ തിരിഞ്ഞു വരുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാലും അവിടെ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഇതേമാതിരി വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ആശയം വെച്ചുകൊണ്ട് തന്നെ മുൻപിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഏരിയയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് മൊത്തം ഏരിയ അഥവാ എൻക്ലോസ്ഡ് ഏരിയ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ എ കർവ് ആൻഡ് എ ലൈൻ. ഒരു കർവിനെ ഒരു ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന് പ്രത്യേകിച്ച് തിയറി ഭാഗമൊന്നും പറയാനില്ല, കാരണം നമ്മൾ ഫോർമുലാസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ്. അപ്പം നേരിട്ടിട്ട് ക്വസ്റ്റ്യൻസുകളിലേക്ക് പോവുകയാണ്. അതിലൊന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ദ ലൈൻ y ഈക്വൽ ടു 4. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു കർവിനെ y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. ആ ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ഒന്ന് ആലോചിക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്ക് ഏരിയ എന്ന് പറഞ്ഞ ആശയം കണ്ടെത്താനൊക്കെ സൗകര്യപ്രദമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കാര്യം അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള ഒരാശയമാണ്. ഇത് പരാബോള എന്ന് പറഞ്ഞ കാര്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പരാബോളയ്ക്ക് 4 ഫോമുകളാണുള്ളത്. y സ്ക്വയർ ഈക്വൽ ടു 4ax, y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay. ഇവിടെ അതിൽ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ ഈക്വൽ ടു y എന്ന് പറഞ്ഞ രൂപത്തിലാണ് വരുന്നത്. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞ ഫോമിലാണ്. നമുക്കറിയാം എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞ കാര്യത്തിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് എന്ത് വരിക? അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്ന കാര്യം വരുന്നത്. അപ്പോൾ ഞാനിത് നമ്മുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു y ആണെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. കാരണം ഇത് എക്സാക്റ്റ് ആയിട്ട് വരച്ചതല്ല, നമ്മൾ റഫായിട്ട് വരച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിനെ ഇനി എന്താണ് ചെയ്യുന്നത്? y ഈക്വൽ ടു 4 കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ലൈനോട് വരയ്ക്കാം. ഈ ലൈൻ y ഈക്വൽ ടു 4 എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്തു. ഈ ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ശരിക്കും ബൗണ്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഉള്ള ഏരിയ എന്ന് പറയുന്ന കാര്യം വരും, അതുപോലെ ഈ ഭാഗത്തുള്ള ഏരിയ എന്ന് പറയുന്ന കാര്യം വരും.
ഇങ്ങനെ രണ്ട് ഭാഗത്തിൻ്റെയും നമ്മൾ കണ്ടെത്തുന്നതിന് പകരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത് കാണുന്നു, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏരിയ എ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കാൻ സൗകര്യം. കാരണം നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റം വരുന്നത് y ആക്സിസിന് മുകളിലും ഇത് കർവിൻ്റെ മുകളിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോർമുല എന്താവും, 2 ഇൻറ്റു ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞ കാര്യമായി മാറുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ വൈൻ്റെ വാരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ y എന്ന് പറയുന്നത് 0 ആണ്, ഇവിടെ y എന്ന് പറയുന്നത് എന്താണ് 4 എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ 0 to 4 ആണ് നമ്മുടെ ലിമിറ്റുകൾ വരുന്നത്. ഇനി എക്സ് ആണ് എഴുതേണ്ടത്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കാര്യമാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, √y ആണെന്ന് പറയാം. ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, √y dy വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 4 √y എന്ന് പറഞ്ഞാൽ y raised to 1/2 dy. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് y raised to 1/2 plus 1 divided by 1/2 plus 1 ഓവർ ദ ലിമിറ്റ് എന്ന് കൊടുക്കാൻ നമുക്ക് 0 to 4 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലിമിറ്റിലേക്ക് കണക്ട് ചെയ്താലും മതി. അതായത് 2 ഇൻറ്റു y raised to 3/2 by 3/2 ഓവർ ദ ലിമിറ്റ് 0 to 4 വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം 4 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യാണ്. 4 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്തായിട്ട് മാറും, 4 raised to 3/2 എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറും. അപ്പോൾ 2 ഇൻറ്റു 4 raised to 3/2 by 3/2 മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. ഇതിൽ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം, 4/3 ഇൻറ്റു 4 raised to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 raised to 1/2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 4 raised to 1/2 എന്ന് പറഞ്ഞാൽ √4 ആണ്, അതായത് 2 വരും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 ഇൻറ്റു 4 32 ഡിവൈഡഡ് ബൈ 3. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആൻഡ് ദ ലൈൻസ് x ഈക്വൽ ടു 1 ആൻഡ് x ഈക്വൽ ടു 4 ആൻഡ് ദ എക്സ് ആക്സിസ്. y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു കർവിനെ x ഈക്വൽ ടു 1 കൊണ്ടും x ഈക്വൽ ടു 4 കൊണ്ടും ബൗണ്ട് ചെയ്യണം. കൂടാതെ എക്സ് ആക്സിസ് കൊണ്ടുകൂടി എന്ത് ചെയ്യുന്നതിനെ ബൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ ജിയോമെട്രിക് ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കാം. y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണ്, y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ പരാബോള എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. ഇത് നമ്മൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ് ആണ് എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ഇതിനെ ഇനി ബൗണ്ട് ചെയ്യുന്നത് രണ്ട് ലൈനുകളാണ്, x ഈക്വൽ ടു 1ഉം അതുപോലെ തന്നെ x ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഒരു ലൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണ്. മറ്റൊരു ലൈൻ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് x ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈനാണ്. നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിൽ എക്സ് ആക്സുമായി ബൗണ്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഏരിയ മാത്രം ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഏരിയ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തി. അപ്പോൾ ഏരിയ എ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുകയാണ് സൗകര്യം. അതുകൊണ്ട് തന്നെ ഫോർമുല എന്താ വരിക, 2 ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സിൻ്റെ വാരിയേഷൻ ആണ്. ഇവിടെ ഇങ്ങനെ 1 ആണ്, ഇവിടെ എങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ഏതാ വരിക, 1 to 4. y എന്ന് പറയുന്നത് y സ്ക്വയർ എക്സ് ആണ് വരുന്നതെങ്കിൽ y എന്ന് പറയുന്ന കാര്യം √x തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, √x dx വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 4 x raised to 1/2 dx which is equal to 2 into x raised to 1/2 plus 1 divided by 1/2 plus 1 ഓവർ ദ ലിമിറ്റ് എന്ത് കൊടുക്കാം, 1 to 4 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ബൈ 3/2 ഓവർ ദ ലിമിറ്റ് 1 to 4. ഈ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, നമുക്കത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം. മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അത് എന്തായിട്ട് മാറും, 4/3 എന്ന് പറഞ്ഞ കാര്യം വരും. ഇത് പുറത്ത് നിർത്താം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ വാരിയേഷൻ കൊടുക്കുന്നത് എക്സിലാണ് വാരിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ടേം മാത്രം ഞാനിവിടെ നിർത്തുകയാണ്. എക്സ് റേസ് ടു 3/2 ഓവർ ദ ലിമിറ്റ് 1 to 4. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുന്നു. 4/3 ഇൻറ്റു 4 raised to 3/2 വരും, മൈനസ് 1 raised to 3/2 വരും. ഇതിൽ 4 raised to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √4 ക്യൂബാണ് നമ്മൾ ആലോചിക്കേണ്ടത്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്.
ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് വരിക. അപ്പോൾ 4/3 ഇൻറ്റു 8 മൈനസ് 1/3/2. 1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു 4/3 ഇൻറ്റു 7 വിച്ച് ഇസ് ഈക്വൽ ടു 28/3. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 28/3 എന്ന് പറയുന്ന കാര്യമാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എക്സസൈസിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസറിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 14/3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും. ശരിക്കും നമ്മൾ ആൻഡ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ആശയം ഉള്ളത് കൊണ്ട് തന്നെ എക്സ് ആക്സ് ബൗണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ഒരു കാര്യം വരും, അതുപോലെ തന്നെ ഈ ഒരു കാര്യം വരും. അപ്പോൾ ശരിക്കും 2 ഇൻറ്റു എന്ന് പറഞ്ഞ കാര്യം ചെയ്യണം, എന്നാലാണ് കറക്റ്റായ മീനിങ്ങിലേക്ക് അത് എത്തുകയുള്ളൂ. എന്നാൽ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കാര്യം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ട് 28/3 എന്ന് പറയുന്നതാണ് എന്ത് വരിക? ആൻസറായിട്ട് കയറി വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 9x, x = 2, x = 4 ആൻഡ് ദ എക്സ് ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ മാത്രം കണ്ടെത്തിയാൽ മതി. ഇതിന്റെ ജോമെട്രിക്കൽ ഐഡിയ ഒന്ന് ആലോചിക്കാം ആദ്യം. തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ y² = 9x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y² = 4ax എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ അതിന്റെ ഫിഗർ വരുന്നത് ഈ ഒരു രൂപത്തിലാണ് വരിക. ഇത് y² = 9x എന്ന് പറഞ്ഞ കാര്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞതിന് ശേഷം ബൗണ്ട് ചെയ്യുന്നത് x = 2 ഉം x = 4 ആണ്. അപ്പോൾ ഒരു ലൈൻ ഇവിടെ വരയ്ക്കുക, കുറച്ച് മാറിയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കുക. ഇത് x = 4 എന്ന് പറയുന്ന ലൈനാണ്, ഇത് x = 2 എന്ന് പറയുന്ന ലൈനാണ്. രണ്ട് ലൈനുകളാണ് അതിന് ബൗണ്ട് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഏരിയ A = വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന ആശയം എടുക്കുകയാണ് ഇവിടെ സൗകര്യപ്രദമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b y dx എന്ന് പറഞ്ഞ ആശയമാണ് വരിക. അതായത് എക്സിന്റെ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 മുതൽ 4 വരെ. ഇവിടെ 2 ആണ് വരിക, ഇവിടെ 4 ആണ് വരിക. അപ്പോൾ ഇന്റഗ്രൽ 2 to 4. നമുക്ക് y² എന്ന് പറയുന്നത് 9x ആണ്. അപ്പോൾ y എന്ന് പറയുന്ന കാര്യം എത്ര വരിക? √9x ആണ് വരിക. അതായത് 3√x എന്ന് പറയുന്ന ആശയമാണ് കിട്ടുന്നത്. ഈ കാര്യം y-ന്റെ സ്ഥാനത്ത് കൊണ്ടേ കൊടുക്കുകയാണ്. 3√x dx. 3 മാറ്റി നിർത്തി. √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻1/2 ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആശയം വരുമ്പോൾ എന്ത് വരും? x⁻1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 ഓവർ ദ ലിമിറ്റ് 2 to 4 which is equal to 3 into x⁻3/2 by 3/2 ഓവർ ദ ലിമിറ്റ് 2 to 4. ഇതിൽ 3/2 എന്ന് പറയുന്നത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ 1/3/2 എന്ന് പറയുന്നത് എന്താണ്? 2/3 എന്ന് പറയുന്ന ആശയമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ 2/3 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6/3 x⁻3/2 ഓവർ ദ ലിമിറ്റ് 2 to 4. ഇതിലെ 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 2 എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യം 4 അപ്ലൈ ആണ്. അപ്പോൾ 4⁻3/2 വരും മൈനസ് അടുത്തത് 2 അപ്ലൈ ചെയ്യുമ്പോൾ 2⁻3/2 എന്ന് പറഞ്ഞ കാര്യം വരുന്നു. ഈ 4⁻3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 8 ആണ് വരിക. എങ്ങനെ 8 വരിക? √4 ആലോചിക്കും. √4ന്റെ ക്യൂബാണ് എടുക്കേണ്ടത്. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ക്യൂബ് 8 ആണ് വരിക. അപ്പോൾ 2 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? 16 എന്ന് പറയുന്ന ആശയം വരും. മൈനസ് 2⁻1/2 എന്ന് പറഞ്ഞാൽ √2 ആണ്. √2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√2 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 2√2 ആണ്. പുറത്തുള്ള 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 4√2 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y² = 4x ആൻഡ് ദ ലൈൻ x = 3. y² = 4x എന്ന് പറഞ്ഞ കർവിനെ x = 3 കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. ആ ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിന്റെ ഏരിയയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത്. ജിയോമെട്രിക്കൽ ഐഡിയയിലേക്ക് പോകുമ്പോൾ y² = 4ax എന്ന് പറഞ്ഞ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഏകദേശ രൂപം വരുന്നത് ഇങ്ങനെയാണ്. y² = 4x. ഇതിനെ ബൗണ്ട് ചെയ്യാണ്. എന്തുകൊണ്ടാണ് ബൗണ്ട് ചെയ്യുന്നത്? x = 3 എന്ന് പറഞ്ഞ ലൈൻ കൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യാണ്? ബൗണ്ട് ചെയ്യാണ്. ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഭാഗം വരും? ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കാര്യം മാത്രം എടുക്കുമ്പോൾ ഈ ഭാഗം വരും. ഫോർത്ത് ക്വാഡ്രന്റിന്റെ കാര്യത്തിലേക്ക് എടുക്കുന്ന സമയത്ത് താഴത്തുള്ള കേസുകൾ കൂടി വരും. അപ്പൊ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സൗകര്യപ്രദമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ A is equal to 2 into integral a to b y dx which is equal to 2 into integral a to b എന്ന് പറഞ്ഞാൽ എക്സിന്റെ വേരിയേഷൻ ആണ്.
ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ആണ്, ഇവിടെ വാല്യൂ 3 ആണ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് വരുന്നത് 0 to 3. വൈ ഡി എക്സ് ആണ് എഴുതാനുള്ളത്. വൈ സ്ക്വയർ എന്ന് പറയുന്നത് 4x ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു റൂട്ട് 4x ആണ്. അതായത് 2 റൂട്ട് എക്സ് എന്ന് പറയുന്ന ആശയമാണ് 2 റൂട്ട് എക്സ് ഡി എക്സ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് 2 × 2 4 വരും. റൂട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 3/2/3/2 ഓവർ ദ ലിമിറ്റ് 0 to 3. ഇതിൽ 3/2 എന്ന് പറയുന്ന കാര്യം ഡിവിഷനെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ചിന്തിക്കാം. 8/3, 2 എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും, അപ്പോൾ 8/3 വരും. എക്സ് റേസ് ടു 3/2 ഓവർ ദ ലിമിറ്റ് 0 to 3 which is equal to 8/3 into 3 raised to 3/2 minus 0 raised to 3/2. ഇതിൽ 0 raised to 3/2 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 തന്നെയാണ്. 3 raised to 3/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 raised to 1/2, അതായത് √3. √3 ക്യൂബ് എന്ന് പറയുന്നതാണ് വരിക, അതായത് 3 √3 വരും. അപ്പോൾ 8/3 into 3 √3, 3യും 3യും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ എത്രയാണ് വരിക, 8 √3. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ x square equal to 4y, y equal to 2, y equal to 4 and the y axis in the first quadrant. y axis ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഫോർമുല എന്തേ വരുള്ളൂ, ഏരിയ A is equal to integral c to d x dy ആണ് വരിക. എന്നാലും നമുക്ക് ഇതിൻ്റെ ജിയോമെട്രിക്കൽ ഐഡിയ ഒന്ന് അറിയിക്കാം. x square equal to 4y എന്ന് പറയുന്ന കാര്യം, അതായത് x square equal to 4ay എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ ആശയം വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്, x square equal to 4y എന്ന് പറഞ്ഞ കാര്യം. ഇതിനെ ബൗണ്ടറിയാണ് y equal to 2 എന്ന് പറഞ്ഞ ലൈൻ ഉപയോഗിച്ചുകൊണ്ടും y equal to 4 എന്ന് പറയുന്ന ലൈൻ ഉപയോഗിച്ചുകൊണ്ടും. അപ്പോൾ നമുക്ക് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഒരു പാർട്ട് വരും, മറ്റേത് ഈ ഒരു പാർട്ട് വരും. ഈ ലൈൻ്റെ താഴേക്ക് പോവില്ല, അതുമാതിരി ഈ ലൈൻ്റെ മുകളിലേക്കും പോവില്ല. അപ്പോൾ ഈ രണ്ട് പാർട്ടാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിൻ്റെയും ഈ ഒരു പാർട്ടിൻ്റെയുമാണ്. സാധാരണ ചെയ്യണ പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്വാഡ്രന്റിൻ്റെ ഏരിയ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. രണ്ട് പാർട്ടും നമുക്ക് ശരിക്കും കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെ പറയുകയാണെങ്കിൽ ആൻഡ് ദ വൈ ആക്സിസ് എന്ന് പറയുന്ന കാര്യം മാത്രം പറയുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഭാഗത്തിൻ്റെ ഏരിയ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഏരിയ A is equal to integral c to d x dy എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു വൈൻ്റെ വാരിയേഷൻ ആണ് പറയുന്നത്. വൈൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 2 to 4 x dy ആണ് എഴുതാനുള്ളത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4y ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് √4y ആണ് വരിക, അതായത് 2 √y എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നു. 2 √y dy, 2 എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഔട്ട് സൈഡ് നിർത്തി. √y എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രല് y raised to 3/2/3/2 ഓവർ ദ ലിമിറ്റ് 2 to 4 which is equal to 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ എന്തായി മാറും, 4/3. 4 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 4 raised to 3/2 മൈനസ് 2 raised to 3/2 which is equal to 4/3 into 4 raised to 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്, മൈനസ് 2 raised to 3/2 എന്ന് പറഞ്ഞാൽ 2 √2 എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നത്. which is equal to 32 മൈനസ് 8 √2 ഡിവൈഡഡ് ബൈ 3. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും എങ്ങനെയൊക്കെ ഏരിയ കണ്ടെത്താം എന്നതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുകളാണ് ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നമുക്ക് ഇനിയും കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ചില ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളത് നിസ്സാരമായി തള്ളിക്കളയരുത്. ഇപ്പോൾ നമുക്ക് എന്തായാലും എളുപ്പമുള്ള ചോദ്യങ്ങൾ വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെ കയറി വരാം, അല്ലെങ്കിൽ അതേ മോഡലിൽ ഏതെങ്കിലും കയറി വരാം. എന്തായാലും അത് കണക്ട് ചെയ്യേണ്ട ആശയം വളരെ വ്യക്തമായി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം ക്ലാസ് ഒബ്സർവ് ചെയ്യുക. അതേപോലെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷനിൽ നിന്ന് വരുന്ന മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.